ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2023 ഇൻടേക്സ് 2023 ജൂലൈ സെഷനിൽ അഡ്മിഷൻ എടുത്ത ഡിഗ്രി സ്റ്റുഡൻസിന്റെ സെക്കൻഡ് സെം എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി പുറത്തു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സാം ഡേറ്റും എക്സാം ഷെഡ്യൂളും അതുപോലെ എക്സാം സെന്ററുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ യൂണിവേഴ്സിറ്റി ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിലവിൽ 2023 ജൂലൈ സെഷനിൽ അഡ്മിഷൻ എടുത്ത UG പ്രോഗ്രാംസിന്റെ സെക്കൻഡ് സെം എക്സാം രജിസ്ട്രേഷന്റെ നോട്ടിഫിക്കേഷനാണ് യൂണിവേഴ്സിറ്റി പുറത്തു വിട്ടിട്ടുള്ളത്. BA ഇംഗ്ലീഷ്, BA മലയാളം, BA അറബിക്, BA ഹിന്ദി, BA സംസ്കൃത്, BA ഫിലോസഫി, BA ഹിസ്റ്ററി, BA സോഷ്യോളജി, BA എക്കണോമിക്സ്, BCom, BBA, BA അഫ്ദൽ ഉലമ ഇൻ അറബിക് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുടെ സെക്കൻഡ് സെം എക്സാമിനേഷൻ ആണ് നവംബർ മാസത്തിൽ നടക്കുമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സാം രജിസ്ട്രേഷൻ ഒക്ടോബർ 5 മുതൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ത്രൂ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിലവിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഫൈൻ കൂടാതെ എക്സാമിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ മാസം 18-ാം തീയതിയാണ്. 18/10/2024 മുമ്പായിട്ട് ഫൈൻ ഒന്നും കൂടാതെ നമുക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ 200 രൂപ ഫൈനോട് കൂടിയിട്ട് 28/10/2024 ഒക്ടോബർ 28 വരെ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതും കഴിഞ്ഞ് സൂപ്പർ ഫൈനോട് കൂടി, അതായത് 500 രൂപ ഫൈനോട് കൂടിയിട്ട് നവംബർ 4-ാം തീയതി വരെയും നമുക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അപ്പൊ എല്ലാവരും 18-ാം തീയതി ആകുന്നതിന് മുമ്പ് തന്നെ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. സാധാരണ പറയുന്നത് പോലെ എത്ര പെട്ടെന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു അത്രയും കൂടുതലാണ് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ എക്സാം സെന്റർ നമുക്ക് കിട്ടാനുള്ള സാധ്യത. വൺസ് എക്സാം സെന്ററുകൾ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തുള്ള എക്സാം സെന്ററുകളിലേക്ക് യൂണിവേഴ്സിറ്റി ഓട്ടോമാറ്റിക്കലി നമ്മളെ എക്സാം സെന്റർ മാറ്റും എന്നുള്ളതാണ്. അത് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ നിലവിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് സെക്കൻഡ് സെമസ്റ്റർ എക്സാം നവംബർ 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുമെന്നും യൂണിവേഴ്സിറ്റി അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ടൈം ടേബിൾ ഓൾറെഡി ഇതിൽ വന്നിട്ടുണ്ട്. ഇതിന് പുറമെ നിങ്ങൾക്ക് നിങ്ങളുടെ ലേണിംഗ് സപ്പോർട്ട് സെന്റേഴ്സ് ത്രൂ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കും. എക്സാം രജിസ്ട്രേഷന് വേണ്ടി വരുന്ന ഫീസ്, അപ്ലിക്കേഷൻ ഫീ 50 രൂപയാണ്, എക്സാം രജിസ്ട്രേഷൻ ഫീ 100 രൂപയാണ് പെർ കോഴ്സാണ് ഓരോ പേപ്പറിനും. അതുപോലെ മാർക്ക് ലിസ്റ്റിന് 100 രൂപ, CV ക്യാമ്പ് ഫീ 50 രൂപ. അപ്പൊ ഈ ഒരു രൂപത്തിലാണെങ്കിൽ ഫൈൻ ഒന്നും കൂടാതെ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്റർ എക്സാം രജിസ്റ്റർ ചെയ്യാൻ 750 രൂപ വേണ്ടിവരും. ഇനി ഫൈനോട് കൂടിയിട്ടാണെങ്കിൽ 950 രൂപ വരും. സൂപ്പർ ഫൈനോട് കൂടിയിട്ടാണെങ്കിൽ 1250 രൂപ വരും. അപ്പൊ അത്രയും ഫീസ് ഒന്നും അടക്കാൻ പോകേണ്ട. എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. 750 രൂപ കൊടുത്തിട്ട് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒക്കെ രജിസ്ട്രേഷൻ, എജുമിയിലെ സ്റ്റുഡൻസിന്റെ രജിസ്ട്രേഷൻ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ രജിസ്ട്രേഷൻ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എജുമിയുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ക്ലിയർ ചെയ്ത് തരും. അതുപോലെ തന്നെ ഓൾറെഡി സെക്കൻഡ് സെമ്മിന്റെ ക്ലാസ്സസോ കാര്യങ്ങളൊക്കെ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എജുമിയിൽ ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ അസൈൻമെന്റ് സപ്പോർട്ട്, നോട്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തുടങ്ങിയിട്ട് എല്ലാ സപ്പോർട്ടുകളോടും കൂടിയിട്ടാണ് നമ്മുടെ ക്ലാസ്സസ് നമ്മൾ എജുമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ട് ക്ലാസ്സസ് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നമ്മുടെ ക്ലാസ്സസ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുക്കുന്ന നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ അലോട്ട്മെന്റ് ഓഫ് ദി എക്സാം സെന്റർ, അത് യൂണിവേഴ്സിറ്റി ഓൾറെഡി ഇവിടെ തന്നെ പറയുന്നുണ്ട്. നമ്മൾ നൽകുന്ന യൂണിവേഴ്സിറ്റി എക്സാം സെന്ററിന് യൂണിവേഴ്സിറ്റി മാക്സിമം നമുക്ക് തരാൻ ശ്രമിക്കും. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ എറർ അല്ലെങ്കിൽ അവിടെ സീറ്റില്ലാത്ത പ്രശ്നമൊക്കെ വന്നാൽ എക്സാമിനേഷൻ സെന്റർ യൂണിവേഴ്സിറ്റിന്റെ താല്പര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രജിസ്ട്രേഷന്റെ സമയത്തും അല്ലാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. സാധാരണ ഓൾറെഡി ഫസ്റ്റ് സെം എക്സാം രജിസ്റ്റർ നിങ്ങൾ ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ നടത്തിയോണ്ട് തന്നെ പിന്നെ ഇപ്പോൾ ഇവിടെ അതിനെപ്പറ്റി വല്ലാതെ പറയേണ്ട ആവശ്യമില്ല. സെയിം കാര്യങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മറ്റൊക്കെ. അതുപോലെ തന്നെ എക്സാം സെന്റർ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നവംബർ 4-ാം തീയതിക്ക് മുമ്പ് ഒരു ഫീസും കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്താക്കാം, എക്സാമിനേഷൻ സെന്റർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇനി 250 രൂപ ഫീ കൊടുത്തിട്ട് നവംബർ 6-ാം തീയതി വരെയും എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും യൂണിവേഴ്സിറ്റിയിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ നിങ്ങളുടെ എക്സാമിന്റെ ടൈം ടേബിൾസ് ഓരോ കോഴ്സിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് BA ഇംഗ്ലീഷിൻ്റെതും അറബിക്കിൻ്റെതും ഒക്കെ സെപ്പറേറ്റ് തന്നെ ഇതിൽ കൂടെ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ലേണിംഗ് സെന്റർ ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഇതിന്റെ ലാസ്റ്റ് ഈ ഒരു സെക്കൻഡ് സെം എക്സാമിനേഷൻ അവൈലബിൾ ആയിട്ടുള്ള എക്സാം സെന്ററുകളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് വേറെ തന്നെ ചെയ്യാം. അപ്പൊ ഏതായാലും സെക്കൻഡ് സെം എക്സാം രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്യുക. ഫൈൻ ഒന്നും കൂടാതെ തന്നെ പെട്ടെന്ന് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ക്ലാസ്സസ് കാര്യങ്ങൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എജുമിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യാം.